എടാ, ഇവിടെ വന്നു കിടക്കുന്ന ആ വൃത്തികിട്ട മനുഷ്യന്റെ ജോലിക്കാരിയാണോ നിന്റെ ഭാര്യ? അയാളുടെ വിഴുപ്പലക്കലാണോ അവളുടെ ജോലി? ആ വിഴുപ്പലക്ക കൈ കൊണ്ടല്ലേ അവള് വിച്ചുമോന് പോലും ആഹാരം വാരി കൊടുക്കേണ്ടത്. ശരിയാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അനു കുറച്ച് ഓവറാ. അവളെന്തിനാ ഇത്തരം ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്? ഇതൊക്കെ എന്തായാലും അവസാനിപ്പിച്ചേ പറ്റൂ. ഇന്ന് വിശപ്പ് കൂടുതലാന്ന് തോന്നല്ലോ. ഇന്ദ്രേട്ടൻ നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ആ, അവിടെ നിൽക്കേ. നീ കുളിച്ചോ? ഇതെന്താ ഒരു പുതിയ ചോദ്യം? ഞാൻ രാവിലെ കുളിച്ചതാ ഇന്ദ്രേട്ടാ. അനു, അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ കുളിച്ചോന്നാ. എപ്പോഴെന്തിനാ കുളിക്കുന്നത്? ഇന്ദ്രേട്ടൻ എന്താ പതിവില്ലാത്ത ഓരോ നിബന്ധനകളൊക്കെ? പതിവില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്യുന്നോണ്ടാ എനിക്ക് നിബന്ധന വെക്കേണ്ടി വരുന്നത്. എനിക്ക് മനസ്സിലായില്ല. അനു, നീ കണ്ടവരുടെയൊക്കെ വിഴുപ്പലൊക്കെ കൈകൊണ്ട് ചോറ് വിളമ്പി തന്ന എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓ, അതാണല്ലേ കാര്യം. ഇന്ദ്രേട്ടാ, ഞാൻ നന്നായിട്ട് കൈയൊക്കെ കഴുകിയതാ. പിന്നെ ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോ എന്തുമാത്രം വൃത്തിയും ശുദ്ധിയും ഒക്കെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞാൽ മാത്രം പോരാനു, പ്രവൃത്തിയിൽ അത് കാണിക്കുകയും വേണം. നീ ഇപ്പൊ ആകെ മുഷിഞ്ഞിരിക്കുക. ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൈകൊണ്ട് അലക്കിയപ്പോ നിന്റെ ദേഹത്ത് മുഴുവനെ വെള്ളം തെറിച്ച് കാണില്ലേ? ഞാൻ വിചാരിച്ചത് നീ കുളിച്ചിട്ടായിരിക്കും വന്നെന്നാ. അനു, നീ പോയി കുളിച്ചിട്ടോ, എന്നിട്ട് കഴിക്കാം. ചെല്ല്. നീ എവിടെ ഇരിക്കടാ ഇന്ദ്ര? അതെ, നിനക്ക് ഇവള് വിളമ്പി തന്നാലേ ചോറ് ഇറങ്ങുന്നൊന്നും ഇല്ലല്ലോ. ആ, ഞാൻ വിളമ്പി തരാം. ആ, പണ്ട് ഞാൻ വിളമ്പി തന്നിട്ടല്ലേ നീ കഴിച്ചോണ്ടിരുന്നത്? ആ, കഴിക്കടാ. അതെ, ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്ന് ഞാൻ ഇവളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. കേട്ടില്ല? ഇപ്പൊ എന്തായി? എടി, നീ എന്നെ വില വെക്കണ്ട. നിന്റെ ഭർത്താവിന്റെ ഇഷ്ടമെങ്കിലും നീ മാനിക്കണ്ടേ? വേണ്ടേ? എന്റെ ഭർത്താവിന് പെട്ടെന്ന് ചില ഇഷ്ടങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം എല്ലാവരും ഓർത്താ കൊള്ളാം. ഒന്ന് കുളിച്ചാ
ശരീരശുദ്ധി വരുത്താം. പക്ഷേ ഹൃദയശുദ്ധി എന്നൊന്നുണ്ട്. അത് സ്വന്തം മനസാക്ഷി ഉപയോഗിച്ച് വരുത്തേണ്ടതാ. അതിൽ കളങ്കമൊന്നും ഇല്ലെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നല്ലതാ. എന്റെ അനു, നീ ഇപ്പൊ പോയി കുളിക്കാൻ നോക്ക്. ഞാനിതൊന്ന് കഴിച്ചോട്ടപ്പോഴേക്കും ചെല്ല്. അതെ, നന്നായി ഇന്ദ്ര. കുറെ കാലത്തിന് ശേഷം നീ ഒരു നല്ല കാര്യം ചെയ്തു. ഇമാതിരി സ്വഭാവങ്ങളൊക്കെ മുളയിലേ നുള്ളണം കേട്ടോ. അയാളുടെ തുണിയൊക്കെ അയാൾ സ്വന്തമായിട്ട് അലക്കിക്കൊണ്ടിരുന്നതാ. അത് ഇവളെ ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ, ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്ന് എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക അവള്. അത് വേണ്ടെന്ന് നീ അവളോട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കേ. മരിച്ചാലും സുശീല ആ മനുഷ്യനോട് ഒരു കാരണവശാലും ദയവ് കാണിക്കില്ല. നീ കഴിക്കുന്നിരാ.